418 ബാറുകൾക്ക് ഏപ്രിൽ 1 മുതൽ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്ന സർക്കാർ തീരുമാനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് പുതിയ മദ്യനയത്തിന് വഴി തുറന്നത്. KPCC അധ്യക്ഷൻ VM സുധീരൻ ഒരുവശത്തും സർക്കാർ മറുവശത്തുമായപ്പോൾ ആളിക്കത്തിയ വിവാദം മുഴുവൻ ബാറുകളും പൂട്ടാനുള്ള തീരുമാനമെടുക്കാൻ UDF-നെ നിർബന്ധിതമാക്കി. ഒരു പടി കൂടി കടന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞായറാഴ്ചകളെ മദ്യവിമുക്ത ദിനമാക്കുമെന്നും വർഷം തോറും 10% ചില്ലറ മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടുമെന്നും പ്രഖ്യാപിച്ചു. നിലവാരമില്ലെന്ന പേരിൽ സംസ്ഥാനത്തെ 418 ബാറുകൾക്ക് ഇക്കൊല്ലം ഏപ്രിൽ 1 മുതൽ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് തീരുമാനമെടുക്കുമ്പോൾ ഒരുപക്ഷെ സർക്കാർ പോലും ഇതൊരു കടുത്ത തീരുമാനത്തിന് മുന്നോടിയാകുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല. എന്നാൽ പൂട്ടിയ ബാറുകൾക്ക് അനുകൂലമായും പ്രതികൂലമായും നേതാക്കൾ നിരന്നതോടെ വിഷയം ചൂടുപിടിച്ചു. ഇതിനിടെ അടച്ചുപൂട്ടിയ ബാറുകളുടെ നിലവാരം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ മദ്യനയം എന്താണെന്നും ഹൈക്കോടതി ആരാഞ്ഞു. എന്നാൽ ആഗസ്റ്റ് 21 ക്ലിഫ് ഹൗസിൽ നടന്ന UDF ഉന്നതാധികാര സമിതി യോഗം പഞ്ചനക്ഷത്ര ബാറുകൾ ഒഴികെയുള്ളവ അടച്ചുപൂട്ടുക എന്ന കടുംവെട്ട് തന്നെ വെട്ടി. ഇതോടെ സംസ്ഥാനത്ത് അവശേഷിക്കുന്ന 312 ബാറുകളിൽ 20 പഞ്ചനക്ഷത്ര ബാറുകൾ ഒഴികെയുള്ളവ അടച്ചുപൂട്ടാൻ സാഹചര്യമൊരുങ്ങി. ഞായറാഴ്ചകളെ മദ്യമില്ലാ ദിനമാക്കാനും ചില്ലറ മദ്യവിൽപ്പനശാലകളിൽ 10% വർഷം തോറും പൂട്ടി 10 വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാനും UDF യോഗം തീരുമാനിച്ചു. തീരുമാനത്തിന് അടുത്ത മന്ത്രിസഭായോഗം അംഗീകാരവും നൽകി. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബാറുടമകൾ ആദ്യം ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും ഹൈക്കോടതിയിലും എത്തിയ തർക്കമാണ് ഇന്ന് കോടതി തീർപ്പാക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.